ഹലോ ഓൾ, ഹലോ ഫോക്സ്. നമ്മുടെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ദോഹയിൽ എത്തി. നല്ല കിടിലൻ എയർപോർട്ടാണ്, ഒരു രക്ഷയില്ല, അടിപൊളി എയർപോർട്ട്, ഹമാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇറ്റ്സ് യൂസ് ടു ബി ഇത്രയും ലോങ് ടൈം എനിക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ്. സോ ഇതൊന്ന് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാം, കാണാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കുറച്ച് വിഷ്വൽസും കണക്കെ ഞാൻ ഇപ്പോൾ എടുക്കാം. ആൻഡ് ഐ ഷോ യു ഗൈസ്. ഓക്കെ, എത്ര തവണ ഞാൻ ഈ വീഡിയോ റീടേക്ക് ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കുറേ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഇൻ ദോഹ ഹമാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആൻഡ് ഈ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഹ്യൂജ് എയർപോർട്ട്, വലിയൊരു എയർപോർട്ടാണ്. ഇവിടെ ഇതിൻ്റെ നടുക്ക് തന്നെ, ഇതിൻ്റെ ഒറ്റ നടുക്ക് നമ്മൾ ഇവരുടെ ഒരു കാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി, ഒന്നൊന്ന് കാണണം നിങ്ങൾ എന്തായാലും. ഈ ദോഹ പിന്നെ ഖത്തർ റേഞ്ചിലായിട്ട് കണക്ഷൻ ഫ്ലൈറ്റിലായിട്ട് യൂറോപ്യൻ ബേസിലായിട്ടൊക്കെ വരുന്ന ആൾക്കാർ, കണക്ഷൻ ഫ്ലൈറ്റിൽ വരുന്ന ആൾക്കാർ ലേ ഓവർ ടൈം കൂടുതലുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വാട്ടവർ എത്രയാണെങ്കിലും ലേ ഓവർ ടൈം കൂടുതലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വന്ന് ഒരു മൈൻഡൊന്ന് റിലാക്സ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്നൊരു ആംബിയൻസ് ഖത്തർ എയർപോർട്ട് ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ റെയിൻസും പിന്നെ അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ സൗണ്ട്സും പിന്നെ അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ അതുപോലെ സ്റ്റാഫ്സിൻ്റെ ബിഹേവിയേഴ്സും ഒക്കെ അടിപൊളിയാണ്. ദേ ആർ പാമ്പറിങ് അസ്. ഓക്കെ, നമുക്ക് ഹോം പോലെ നമുക്ക് തോന്നും. പിന്നെ ഈ എയർപോർട്ടിനെ പറ്റി പറയേണ്ട വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒറിജിൻ കൺട്രീസ് അത് പല രാജ്യങ്ങളിലാണ്. ഒന്ന് ഉഗാണ്ടയാണെങ്കിൽ പിന്നെ പാകിസ്ഥാൻ, പിന്നെ ഇന്ത്യക്കാരാണ് ഇവിടെ മാക്സിമം കൂടുതലായിട്ടുള്ളത്. അതും നമ്മുടെ മലയാളികൾ, അവരൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതൊക്കെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. പിന്നെ ഭയങ്കര നീറ്റാണ് ഈ എയർപോർട്ട്, ഭയങ്കര നീറ്റാണ്. ഉള്ള നമ്പർ 1 എയർപോർട്ടല്ലേ. ഇതിൻ്റെ താഴെയല്ലേ മറ്റേ സിംഗപ്പൂർ എയർപോർട്ട് വരത്തുള്ളൂ. ഇവർ തമ്മിൽ എപ്പോഴും മത്സരമാണ്, സിംഗപ്പൂരും ഈ ഖത്തർ തമ്മിൽ ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഖത്തർ എയർവേസിൻ്റെ കീഴിലുള്ള എയർപോർട്ടാണിത്. ഈ എയർപോർട്ടിൻ്റെ ഏറ്റവും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടെഡി ഈ എയർപോർട്ടിനെ പറ്റി നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും, ഇൻഫാക്റ്റ് ഗൂഗിളിൽ ചുമ്മാ ടൈപ്പ് ഓൺ ചെയ്ത് കൊടുത്താലും ഇമേജായിട്ട് ഫസ്റ്റ് വരുന്നത് ദിസ് വൺ, ഈ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖമാണ്. എന്നാ ക്യൂട്ടാണ് ഇരിക്കണമുണ്ടോ. തലയുടെ മുകളിൽ ലൈറ്റും കത്തിച്ചിട്ട് തലയും കുനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ചുറ്റും പുറം നിന്ന് ആൾക്കാർ ഇഷ്ടം പോലെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നും. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ സ്ഥലം, ഇതാണ് മെയിൻ പാർട്ട് ഈ വീഡിയോയിൽ. ഇവിടെ വരുവാണെങ്കിൽ, ഈ എയർപോർട്ടിൽ വരുവാണെങ്കിൽ ഇവിടെ വന്നൊന്ന് ഇരിക്കണം. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഫെസിലിറ്റിയിൽ ഒന്നാണ് ഈ ഒരു സ്പേസ്. ഇത് എക്സ്പ്ലോർ ചെയ്യാതെ ഇവിടുന്ന് മടക്കം പാടില്ല ഉണ്ണികളെ. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ആ കണക്ഷൻ ഫ്ലൈറ്റിൽ ഡിലേസ് ചിലപ്പോൾ ഡിലേസ് വരാം, ചിലപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ഡിലേസ് വരാം, ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള കാരണങ്ങളാൽ വരാം. അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ ലേ ഓവർ കൂടുതൽ വരാം. അങ്ങനെയൊക്കെ വരുമ്പോഴും ലേ ഓവറിനൊക്കെ ഏറ്റവും നല്ല ഒരു പ്രതിവിധിയായി ഇപ്പോൾ ഈ കാട്. എൻ്റെ പൊന്നു, ഈ കാടിൻ്റെ അകത്ത് ഇതിനകത്ത് ബേർഡ്സും കാര്യങ്ങളും ഉണ്ടെന്ന രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ റെയിനി എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് കാണാം. നമ്മൾ ഈ കയറി പോകുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയാനും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പയ്യൻ കണ്ടോ, പയ്യനെ കണ്ടത് ചിരിച്ചിട്ടൊക്കെ മാറും അവനൊക്കെ അവരൊക്കെ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് പിള്ളേർക്ക് തന്നെ ആയിട്ടിരിക്കാനുള്ള സ്പേസും ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. മൈൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്യാം. ചാർജിങ് സ്പോട്ട് അടക്കം, ഫോൺ ചാർജ് ചെയ്യാനാണെങ്കിലും നമ്മൾ ഈ ട്രാവലിംഗ് ടൈമിൽ ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്ന സംഭവമായി. ഇപ്പോൾ ഈ C2C എന്നൊരു സാധനം മാപ്പിലും അതുപോലുള്ള എല്ലാ കമ്പനീസും കൊണ്ടുവന്നപ്പോൾ തന്നെ
നമുക്കത് A to C എന്ന സാധനം ഇല്ലാതെ C to C ആയിട്ട് മാറി. ഇപ്പോൾ ഫ്ലൈറ്റിനകത്തൊക്കെയാണ് എല്ലാം C to C ഉണ്ടാവാറില്ല, എല്ലാം A to C വരുന്നത് ചാർജിനെല്ലാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സും പോവും, ഫോൺ ചാർജ് ചെയ്യാം, എല്ലാത്തിനുള്ള ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു മരവും പ്ലാസ്റ്റിക് അല്ല, എല്ലാം ഒറിജിനലാണ്. അതിനകത്ത് താഴെ കറക്റ്റ് മണ്ണും മണ്ണിൻ്റെ അകത്തുനിന്ന് ക്ലിയറായിട്ട് പൊട്ടിമുളച്ച് വരുന്ന സംഭവങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ആ ഒരു ഹഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതിനകത്ത് ഹഡുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ഹഡും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വന്നിട്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു പ്ലേസും കൂടിയാണ്. നല്ലൊരു ആംബിയൻസ് കണ്ടില്ലേ, ഒരാൾ കിടന്ന് ഉറങ്ങുന്നു, എന്നാലും തീരില്ല, എന്തോരം കണ്ടാലും തീരില്ല, അതുപോലെ ഉണ്ട്. ഈ എയർപോർട്ട് വലിയ ഹ്യൂജ് എയർപോർട്ടാണ്, സെൻട്രലിലാണ് ഈ സംഭവം അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. കുറേ നടന്ന് കാണാനും അതിൻ്റെ മുകളിൽ കൂടെ വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ നല്ല രസമായി ഈ ഒരു എയർപോർട്ട്. അൺഫോർച്യുനേറ്റ്ലി എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് അപ്പോഴത്തേക്കും എൻ്റെ ഫ്ലൈറ്റ് ആയായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് ടിക്കറ്റ് അടിച്ചു, കുറച്ച് കറങ്ങി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു റെയിനി എഫക്റ്റ്. അത് ചില്ലറയല്ല, നല്ല ഫോഗി ആയിട്ടുള്ള സെറ്റപ്പിൽ അവർ അത് ചെയ്തേക്കുന്നത്. നല്ല ഫോഗി ആയിട്ടുള്ളൊരു ആംബിയൻ അവിടെ ക്രിയേറ്റ് ആവും, എന്നാൽ റെയിനും വരും, ഒക്കെ കൂടി ഒരു കൂൾ മെൻറ്റാലിറ്റിയാണ്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഈ പക്ഷികളുടെയൊക്കെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണെങ്കിലും നല്ല രസമാണ് കണ്ടിരിക്കാനും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു മെയിൻ അട്രാക്ഷൻ ഇതാണത്. ഈ ഒരു ആംബിയൻ ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡൻ്റെ മൂഡ് തന്നെ മാറും. കാരണം ഫോഗി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഈ സ്പ്രേ ചെയ്യുന്ന വാട്ടറാണേലും എല്ലാം നല്ല രസമാക്കും. നല്ലൊരു കൂൾ മെൻറ്റാലിറ്റി, ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു കൂളായിട്ടുള്ളൊരിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് അവർ തന്നെ തരുന്നുണ്ട്. നല്ലൊരു വൈബാണിത്. പല രാജ്യങ്ങളിൽ വരുന്ന ആൾക്കാരെ ഒരുമിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഏക വഴി ഇങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക. നേച്ചറിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ലോകത്തില്ല. അതിൻ്റെ ഒറ്റ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, വേറെ എവിടെ നിന്നോ വരുന്ന ആൾക്കാരാണ് അവരൊക്കെ വന്നിരിക്കുന്നു ഒരു സ്ഥലത്ത്. ഫോക്സ് ഈ എയർപോർട്ടിൻ്റെ വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ ഇവർ ഫീഡ്ബാക്ക് ഫോം എന്നൊരു സംഭവം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് നമ്മളെ അടുത്തുനിന്ന് അവർ ചോദിച്ച് മനസ്സിലാക്കി അടുത്തത് എന്താണ് കൂടുതൽ മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെ അവർ ക്ലിയറായിട്ട് നമ്മളത് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു പ്രത്യേക ടെൻഡൻസി വരും. കാരണം അതുപോലത്തെ പൊളൈറ്റായിട്ടാണ് അവർ ചോദിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഓരോ ഈച്ച് ആൻഡ് എവരി കോർണർ, ഫുഡ് കോർട്ടാണല്ലോ ഫുഡ് കോർട്ട്, പിന്നെ അതുപോലെ തന്നെ ലോഞ്ചിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അത് എൻ്റെ അടുത്ത് വന്നൊരു മാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലിയറായിട്ട് തന്നെ അതിനുള്ള ആൻസറും കാര്യങ്ങളും കൊടുത്തു. എത്ര മണിക്കൂർ നിങ്ങൾക്ക് ലേ ഓവർ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. എല്ലാം ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. ക്ലിയറായിട്ട് എൻ്റെ ഒപ്പീനിയൻ എല്ലാം ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു. അവരത് ഫീഡ്ബാക്ക് ഫോമിൻ്റെ ഫീഡായിട്ട് എടുത്തു. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. നല്ല വേൾഡ് നമ്പർ 1 എയർപോർട്ടാണ് ഇത്. ഈ വേൾഡിൽ നമ്പർ 1 എയർപോർട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹമാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഖത്തർ. ഇതിൻ്റെ താഴെ വരുള്ളൂ ഷാങ്കി എയർപോർട്ട് സിംഗപ്പൂർ. അപ്പോൾ ഹമാദ് ഇൻ്റർനാഷണലിലെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ സെക്ഷനിൽ ഇവിടെ തീരുവാണ്. വോയിസ് ഓവർ കിടത്തതിൽ കുറച്ച് വീഡിയോസിനകത്തും എല്ലാത്തിനും കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാവരും ക്ഷമിക്കുക, അടുത്തടുത്ത് ശരിയാക്കാം. മൈക്ക് അതിന് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിനുള്ള സൗണ്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുമായിരിക്കും. സോറി ഫോർ ദാറ്റ്, പാഡൻ മീ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. വിൽ ക്യാച്ച് യു ലേറ്റർ. ഓഫ് കോഴ്സ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ക്രിസ്മസ് ആണ്, എല്ലാവരും വെക്കേഷനിലാണ്, എൻജോയ് ചെയ്യുക. ബൈ ഗൈസ്.